കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ അമ്മ മരിച്ചു. അന്നേരം ഞാനും മോളും കൂടെ ഇങ്ങനെ പോകുമായിരുന്നു. പോകുമ്പോൾ 3 സ്ഥലത്ത് നിർത്തിയിട്ട് അമ്മ ഇറങ്ങുക, ഞാൻ എന്നിട്ട് അപ്പുറം കടന്നിട്ട് അമ്മ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 4 സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് ഇവിടെ തുരുമ്പിയിലെത്തിയത്. പക്ഷേ ഈ റോഡിൻ്റെ അപര്യാപ്തത വലിയ കുടിയിറക്കത്തിനും കാരണമാകുന്നുണ്ട്. ഇപ്പോൾ 2 ആൾ വെച്ച് അവിടെ ഇറങ്ങിയല്ല, ബൈക്കിന് 2 ആൾ വരുവാണെങ്കിൽ ഒരാൾ മാത്രമേ വരുള്ളൂ. അതും മെല്ലെ ചവിട്ടി പോരണം. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സ്കൂട്ടി കൊണ്ട് വരും പ്രശ്നം. അവർക്ക് ഒരു തരത്തിലും താഴോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് നമുക്ക് വണ്ടി ഓടത്തില്ല, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ടൂ വീലറിന് ഒട്ടും പോകാൻ പറ്റാത്തൊരു സാഹചര്യമല്ലേ. നിലവിലുള്ള ഭരണകൂടം നമ്മളെ അവഗണിക്കാമെന്ന് തോന്നുന്നു. അല്ല, നമുക്ക് എന്നാ അതിൻ്റെ അകത്ത് പറയാതിരിക്കുന്നത്. കുടിയാൻമല കനകക്കുന്ന് PWD റോഡ് തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടു. എന്നിട്ടും റോഡിനോടുള്ള അധികൃതരുടെ അവഗണന ഇപ്പോഴും തുടരുന്നു. ഈ റോഡിലൂടെ കടന്നു പോകണമെങ്കിൽ യാത്രികർ ഏറെ ദുരിതം പേറണം. മലയോര മേഖലയായിട്ടുള്ള കുടിയാൻമലയാണുള്ളത്. കുടിയാൻമല കനകക്കുന്ന് റോഡിലാണുള്ളത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് ഏജാൻറ്റ് ചാനൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ്. അതുപോലെ തന്നെ ആലക്കോട്, പാലക്കാൻതട്ട് എന്നീ പ്രദേശങ്ങളിലേക്കുള്ള ഒരു മെയിൻ റോഡ് തന്നെയാണ് ഈ കനകക്കുന്ന് റോഡ്. അതുപോലെ തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം ഈ റോഡിൻ്റെ ഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ ദയനീയമാണ്. 8 വർഷമായി ഈ റോഡ് ഈ ഒരു ശോചനീയാവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് കാണിക്കുകയാണ്. കുടിയാൻമല കനകക്കുന്ന് റോഡിനോടുള്ള അധികൃതരുടെ അവഗണന തുടർന്നിട്ട് ഏകദേശം 8 വർഷത്തോളം പിന്നിടുകയാണ്. എന്നാൽ പോലും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. പൈതൽമല, പാലക്കയംതട്ട് തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ സഞ്ചാരമാർഗമായ ഈ റോഡ് ഇത്തരത്തിൽ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞിട്ടും അധികൃതർ എന്തുകൊണ്ട് നിസ്സംഗത തുടരുന്നു എന്ന ചോദ്യം നാട്ടുകാർ ഉയർത്തുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ അമ്മ മരിച്ചു. അന്നേരം ഞാനും മോളും കൂടെ ഇങ്ങനെ പോകുമായിരുന്നു. പോകുമ്പോൾ 3 സ്ഥലത്ത് നിർത്തിയിട്ട് അമ്മ ഇറങ്ങുക, ഞാൻ എന്നിട്ട് അപ്പുറം കടന്നിട്ട് അമ്മ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 4 സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് ഇവിടെ തുരുമ്പിയിലെത്തിയത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം ഇവിടുന്ന് കുറേ ആൾക്കാർ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഉണ്ട്. ആ മലയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. ഈ റോഡിന്റെ പ്രശ്നമല്ലേ? 8 വർഷത്തോളമായി. അതെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയല്ലേ? ബുദ്ധിമുട്ട് തന്നെയാണ്. ഒന്നും പോകാൻ നിർത്തിയില്ല. അത് കാരണം സ്കൂട്ടിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഒരു കാറിനാണെങ്കിലും പോകാൻ പറ്റത്തില്ല. അതുപോലെ അവസ്ഥയാണ്. ഒരു അസുഖമൊക്കെ വന്നാൽ എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസം, ഭയങ്കര വിഷമമാണ്. റോഡിലെ കുഴികളിൽ വീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്കേൽക്കുന്നതും ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. കുന്നത്തൂർപ്പാടിയിൽ ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ വിവിധ ദേശത്തു നിന്ന് എത്തുന്ന ആളുകൾക്കും ഈ റോഡിനെ ആശ്രയിക്കേണ്ടി വരുന്നു. മാറി മാറി വരുന്ന ഭരണസമിതിയിൽ വിശ്വാസമർപ്പിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന പ്രതീക്ഷ യാത്രികർക്കും നാട്ടുകാർക്കും കെട്ടടങ്ങിയ സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചുണ്ടപ്പുഴ വെള്ള റോഡിൻ്റെ ഭാഗമായിട്ടുള്ള കുടിയാൻമല തൊട്ട് കനകക്കുന്ന് ആശാങ്കവല റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ വരുന്ന വഴിക്ക് റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ടിട്ടുണ്ടാവും. ഇത് 1977 PWD ഏറ്റെടുത്ത റോഡാണ്. KC ജോസഫ് MLA സമയത്ത് 1990-2000 കാലഘട്ടങ്ങളാണ് ടാറിങ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അന്ന് 2-3 ബസ് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നതിന് ശേഷം റോഡ് തീരെ പൊട്ടിപ്പൊളിഞ്ഞു. 2013 റീടാറിങ് നടന്നു. അതിനുശേഷം PWD വിഭാഗം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന് ഇപ്പം ഒരു 9 കോടി രൂപയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി തുക വന്ന് അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയായി. അതിൻ്റെ എഗ്രിമെൻ്റ് ആയിട്ടില്ല. ഈ റോഡ് ഇപ്പോൾ അനുവദിച്ച തുക തന്നെ അപര്യാപ്തമായ തുകയാണ്. ഒരു 9 കോടി രൂപയാണ്. 6 കിലോമീറ്ററിനാണ് പറയുന്നത്. സാധാരണ ഇപ്പോഴത്തെ മക്കാണ്ട് റോഡിനൊക്കെ നമുക്കറിയാം കിലോമീറ്ററിന് 4 കോടിയും 5 കോടി കൊള്ളവരാണ്. 9 കോടി 6 കിലോമീറ്ററിന് അത് തന്നെ അപര്യാപ്തമാണെന്നാണ് പൊതുവെ ഒരു അഭിപ്രായം. എങ്കിൽ പോലും റോഡ് നന്നാകട്ടെ എന്ന് ഉദ്ദേശിച്ച് ജനം അത് സഹിച്ച് മുമ്പോട്ട് പോവുക. ഈ റോഡ് നല്ല ശാസ്ത്രീയമായി വികസിക്കേണ്ടത് ഈ നാടിൻ്റെ മാത്രമല്ല, പാലക്കാട് ടൂറിസ്റ്റ് കേന്ദ്രം ഉൾപ്പെടെ ടൂറിസ്റ്റുകൾക്ക് ഉൾപ്പെടെ, അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതയിലെ തീർത്ഥാടനപരമായ കന്നഡീശ്വര ദേവാലയം ഉൾപ്പെടെ പ്രദേശങ്ങൾക്ക് വലിയ ഗുണമാണ്. ഈ റോഡിൻ്റെ അപര്യാപ്തം മൂലം ഇവിടുത്തെ മലയോര മേഖലയിൽ നിന്ന് ജീവിത സാഹചര്യം ദുസ്സഹമായതുകൊണ്ട് ഭൂമി വിട്ടെറിഞ്ഞ് വിറ്റ് ചെറിയ വിലയ്ക്ക് പിടിയാവിലയ്ക്ക് വിറ്റ് താഴ്വാരങ്ങളിലേക്ക് കുടിയിറങ്ങുന്ന സാഹചര്യങ്ങളുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. അതേസമയം റോഡ് ശാസ്ത്രീയമായി വികസിച്ചാൽ ഇവിടുന്ന് ആൾക്കാർ കുടിയൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഒഴിവാകും. യാത്രാ സൗകര്യം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ആഗ്രഹിക്കും. നമുക്കറിയാം സാധാരണ ടൗൺ പ്രദേശങ്ങളിൽ ജീവിത സുഖമുള്ള പ്രദേശമാണ് കാരണം ഈ സ്ഥലങ്ങൾ. പക്ഷേ ഈ റോഡിൻ്റെ അപര്യാപ്തത വലിയ കുടിയിറക്കത്തിനും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയമായി ഈ റോഡ് വികസിപ്പിക്കാനുള്ള നടപടികൾ വരും സർക്കാരുകളെങ്കിലും എടുക്കണമെന്നുള്ള അഭിപ്രായമാണ് ഈ നാട്ടിലെ ഒരു താമസക്കാരൻ എനിക്ക് പറയാനുള്ളത്. വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന വേളയിൽ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാനും ബുദ്ധിമുട്ട് ഏറെയാണ്. ആശുപത്രി കേസുകൾ വന്നാൽ പോലും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും പെടാപ്പാട് പെടണം. റോഡിന് നടുവിലായി മൂക്കിന്റെ പാലം കണക്കെയുള്ള ടാറിംഗ് മാത്രം ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓട്ടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇതിലിങ്ങനെ ചാടിച്ച് കൊണ്ടുപോവാണ്. ഒരാളിലേക്ക് 2 ആളെ വെച്ചിട്ട് പോകാൻ ഭയങ്കര വിഷമമാണ്.
മറ്റു വണ്ടികൾ വരുമ്പോൾ സൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ട്. ടോറസ് ഇവിടെ ഈ മഞ്ഞുമല കോറിയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് കല്ല് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ വാഹനങ്ങൾ കടന്നു പോകുമ്പം ഈ വണ്ടികൾ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാൻ ഭയങ്കര വിഷമം. കുടിയാമലിൽ നിന്നൊക്കെ വരുമ്പോൾ സൈഡില്ല, കാനയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഏഷ്യത്തിൻ്റെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം പാലക്കയം ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതുപോലെ തന്നെ ആളുകൾ പോകുന്നത് പിന്നെ ഇതിലല്ലേ പോകുന്നത്. ആ പാലക്കയം നിന്ന് കണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് ഏഴരക്കുണ്ടിലേക്ക് പോകുന്നത്, അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഈ വൈതൽമലയിലേക്ക് പോകുന്നത് എല്ലാം പ്രശ്നമാണ്. ഇതിൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം കണ്ട് ഇതിനപ്പുറത്ത് ഇതിനേക്കാളും മോശമായ സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഈ ഓട്ടോയും കൊണ്ട് പോകുമ്പോൾ ഒരു ടീം വന്നിട്ട് ബൈക്കിന് അടിച്ച് കെട്ടി വീഴുന്നത് ഞങ്ങൾ ആൾക്കാർ വണ്ടിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ എന്നിട്ട് മുകളിൽ കയറി അവരെ വന്ന് ഏൽപ്പിച്ച് വണ്ടിക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ രണ്ടാൾ വെച്ച് അവിടെ ഇറങ്ങിയാല ബൈക്കിന് രണ്ടാൾ വരുവാണെങ്കിൽ ഒരാൾ മാത്രമേ വരുള്ളൂ. അതും മെല്ലെ മെല്ലെ ചവിട്ടി പോരണം. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സ്കൂട്ടി കൊണ്ട് വരുമ്പോൾ പ്രശ്നം. അവർക്ക് ഒരു തരത്തിലും താഴോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ടാറിംഗ് പൂർണ്ണമായും ഇളകിയ റോഡിൽ നിറയെ കല്ലുകൾ നിറഞ്ഞ അവസ്ഥയും ഇവിടെയുണ്ട്. 9 കോടി റോഡ് പ്രവൃത്തിക്കായി അനുവദിച്ചു കിട്ടിയിട്ടും പേപ്പർ വർക്കുകൾ ഇഴഞ്ഞു നീങ്ങുന്നതും മേഖലയിലെ ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കുകയാണ്. ഞാൻ തന്നെ കാർ കൊണ്ട് ഇതിലൂടെ പോകാറില്ല. അപ്പം വലിയ വണ്ടികൾ ഇതിലൂടെ റോഡിൽ പോകുമ്പം അത് നമുക്ക് സൈഡ് കൊടുക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയിലുള്ളത്. പലപ്പോഴും നമ്മൾ കുഴിച്ചടിച്ചിട്ടുണ്ട്. കുഴിച്ചടിച്ചിട്ട് വണ്ടിയെല്ലാം വളരെ വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് റോഡ്. അത് നമുക്ക് വണ്ടി ഓടത്തില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ടൂ വീലറിന് ഒട്ടും പോകാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത്. നിലവിലുള്ള ഭരണകൂടം നമ്മളെ അവഗണിക്കാമെന്ന് തോന്നുന്നു. അല്ല നമുക്ക് എന്നാ അതിൻ്റെ അകത്ത് പറയാതിരിക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാവാറുണ്ടോ ഇവിടെ? അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ചോദിച്ചാൽ പല സ്ഥലത്തും ഉണ്ടാകാറുണ്ട്. റോഡിൻ്റെ കുടിയാമല ഇങ്ങോട്ട് അവിടം വരെ കൊണ്ട് വരുന്ന വഴിക്ക് പല സ്ഥലത്തും നമ്മൾ ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ തന്നെ പല അപകടം കണ്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസം തന്നെ ഇവിടെ ഒരു കൊച്ച് ഇതുപോലെ ബൈക്ക് ആക്സിഡൻറ്റിൽ ഇതുപോലെ മറിഞ്ഞു വീണിട്ട് ഇവിടെ പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ. നിങ്ങൾ പരാതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ പ്രദേശവാസികളൊക്കെ ഒത്തിരി പരാതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനോട് എന്തെങ്കിലും ഒരു സമര നടപടികളായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഇവിടുന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അറിയിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരു അപകടം ഇല്ലാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ശോചനീയാവസ്ഥ, ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. കേരളമൊട്ടാകെ വികസനത്തിൻ്റെ മുൻമുനയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മലയോരത്തും ആ രീതിയിലുള്ള വികസനങ്ങൾ വരണം. പ്രദേശവാസികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടാണ് ഈ റോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അധികൃതർ കൃത്യമായിട്ട് ഈ ഒരു ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണം. ക്യാമറാമാൻ അഫ്ലേനൊപ്പം അബ്ദുൽ ബ്ലാത്തൂർ, ഏഷ്യാനെറ്റ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.